അപ്പൊ ചില പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ടൂറ്, ബീച്ച്, റിസോർട്ട്, സെൽഫി, അങ്ങനത്തെ ഒരു റൂട്ടായിരിക്കും. ചില പെൺകുട്ടികൾക്ക് അതൊന്നും ആയിരിക്കില്ല ആഗ്രഹം. അഥവാ ഭാര്യമാരെ കുറിച്ചാണ് പറയണത്. ഓർണമെന്റ്സ്, ആഭരണങ്ങൾ, പുതിയ വസ്ത്രം, അങ്ങനെയായിരിക്കും. ചില പെൺകുട്ടികൾക്ക് അതൊന്നും ആയിരിക്കില്ല ആഗ്രഹം. ഒരു തരം വേറെ വാനില, സ്ട്രോബെറി, മാംഗോ, ബട്ടർ സ്കോച്ച്, സ്നിക്കേഴ്സ്, ഗാലക്സി, ബോണ്ടി, ചോക്ലേറ്റ് ഐറ്റംസിനോടായിരിക്കും. എന്നാൽ അത് വാങ്ങിക്കൊടുക്കുക. ചില പെണ്ണുങ്ങൾക്ക് അതൊന്നും ആയിരിക്കില്ല. സീറോ ബൾബ്, ഐ ലവ് യുന്റെ സീറോ ബൾബ്, ചുമരിന് ഐ ലവ് യു എന്ന് എഴുതുക, അത് കാലിഗ്രഫി വരക്കുക, ഇങ്ങനത്തെ പിരാന്തായിരിക്കും. അങ്ങനെ ആയിരിക്കും. എന്നവർക്ക് അതിന്റെ പേന വാങ്ങിക്കൊടുക്കുക. എല്ലാ പെണ്ണും ഒരേ റൂട്ടായിരിക്കൂല, എല്ലാ ആണും ഒരേ മദ്ഹബായിരിക്കൂല. അപ്പൊ ഭാര്യന്റെ ആഗ്രഹം എന്താണെന്ന് ഭർത്താവ് പഠിക്കുക, അവരുടെ അടുത്തുനിന്ന് ചോദിക്കുക. മോക്ക് എന്താ വേണ്ടേ? ഞാനിങ്ങനെ പർച്ചേസിന് ഇറങ്ങണ്ട, മോൾ എന്ത് വേണമെന്ന് പറഞ്ഞോളി. അങ്ങനെ ഒരാഗ്രഹം പൂർത്തിയാക്കി കൊടുക്കണം. ആഗ്രഹം പൂർത്തിയാവാതിരിക്കുമ്പോഴാണ് വേറെ ചില ദമ്പതിമാരെ കുറിച്ച് ചിത്രം കാണുമ്പോഴോ കേൾക്കുമ്പോഴോ എനിക്ക് എന്റെ ഭർത്താവ് അത് ചെയ്തു തരുന്നില്ലല്ലോ എന്ന നിരാശാബോധം ഉണ്ടാവുള്ളൂ. ചില ഭർത്താക്കന്മാർക്ക് ആഗ്രഹം എന്താണെന്നുള്ള ഭാര്യമാര് പഠിക്കണം. എല്ലാ ഡ്രസ്സും ശരിക്കെടുത്തു വെക്കുക, അങ്ങനെയായിരിക്കും ഒരു ആഗ്രഹം ഉണ്ടാവുക. അതൊന്നുണ്ടല്ലോ. ചിലപ്പോ കാല് കടിച്ചെടുത്ത കാലൊന്ന് തടവി കൊടുക്കുക, അങ്ങനെയായിരിക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അത് ചെയ്തു കൊടുക്കുക. എന്റെ ഭാര്യന്റെ അടുത്ത് നിന്ന് എന്താണ് കിട്ടേണ്ടതെന്ന് ഭാര്യനോട് ശരിക്കും പറയണം. സംഭവം ഭർത്താവ് അങ്ങനെ തന്നെ അതെല്ലാം കണ്ടറിഞ്ഞിട്ട് ചെയ്യണ്ടല്ലേ എന്ന് പറയും. ഇവർ മൊഹിദ്ദീൻ ശൈഖൊന്നല്ല. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കണ്ടറിഞ്ഞ് ചെയ്യാനൊന്നും ഓർക്ക് കഴിയൂല. ഒരിക്കൽ അതിന്റെ വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല.